വന്നിട്ടുള്ള സ്പിന്ന് ഈ ഫുട്ബോൾ ആൻഡ് മേക്ക് എ ടീം അത് ഞാൻ ഡിവിഷൻ മാച്ച് കളിക്കും. എൻ്റെ ഡിവിഷൻ മാച്ചിൻ്റെ പ്രത്യേകത എന്താ അറിയോ? എൻ്റെ ഡിവിഷൻ മാച്ചിൽ എൻ്റെ ഡിവിഷൻ ടീമാവും കാണിച്ച്. അതാണ് എൻ്റെ ഡിവിഷൻ മാച്ച് പ്രത്യേകത. അപ്പോൾ ഏതായാലും ഫസ്റ്റ് സ്പിൻ. ഒരു ക്ലബ് പ്ലെയർ ഞാൻ ഓണാക്കിയിട്ടില്ല, അതുകൊണ്ട് കാണാം. ഇതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഒരു ക്ലബ് പ്ലെയർ. ഓക്കെ, ഇത് ഒന്ന് റെഡിയാക്കാം കേട്ടോ. ഇരിക്കത് അവിടെ അതൊന്നും ഇല്ല ഇതിൽ. ഫസ്റ്റ് നമ്മൾ ഫുള്ള് ഇത് പൊട്ടന്മാരാക്കാൻ പോവാണ്. ഇതൊന്നല്ല എൻ്റെ റിയൽ ടീം. ഞാൻ വെറുതെ അങ്ങനെ കളിക്കുകയാണ്. എൻ്റെ റിയൽ ടീം പോലെ അല്ലേ, ഞാൻ വെറുതെ കളിച്ചാത്തപ്പം ഇങ്ങനെ ആക്കി എഴുതാണ്. നമ്മളൊരു ചലഞ്ച് എടുക്കുമ്പോൾ അങ്ങനെയല്ല വേണ്ടി. ഓക്കെ, ക്ലബ് പ്ലെയർ എന്നല്ലേ പറഞ്ഞ്. ഹാളഞ്ചൂടെ ഹാളഞ്ചിനെ ഇറക്കി അതിന് ബാക്കിയുള്ള ഇറക്കി കയറ്റിക്കോ. അപ്പം ഇനി നമ്മൾ ടീം സെറ്റാണ്. ഓക്കെ, ആളെന്തിനെ കിട്ടി. നമ്മൾ തിരിച്ച് കീഴിലോട്ട് തന്നെ പോകുന്നു, കറക്കുന്നു. വീണ്ടും ക്ലബ് പ്ലെയർ പറയുമ്പം എംബാപ്പെ ക്ലബ് പ്ലെയർ അല്ല. ഹസാർഡ് ക്ലബ് പ്ലെയറാണ്. ഹസാർഡ് നോക്കും. അവിടെയൊക്കെ എൻ്റെ റിയൽ ടീമിൻ്റെ പൊസിഷൻ തന്നെ നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെയാണ്. ചിക്കനെ കെട്ടക്കണം, ഇവനെ കെട്ടക്കണം, ഈശ് കെട്ടക്കണം, അവനെ കെട്ടക്കണം. എന്നിട്ട് ഇവനെ കെട്ടക്കണം, ഇവനെ കെട്ടക്കണം, ഇവനെ കെട്ടക്കണം, ഇവനെ കെട്ടക്കണം. ഇതാണ് എൻ്റെ റിയൽ ടീം. ഞാൻ MF ആക്കിയാൽ ഇപ്പം എല്ലാവരും ഇത് മാറ്റണം. DMF CMF ആക്കി. സെൻറ്റർ ഫോർവേഡ് ഇവൻ AMF ബാക്കി എല്ലാവരും ഒക്കെ തന്നെ. ഓക്കെ, ഇതാണ് ഫോർമുലേഷൻ. ഇതിലുള്ള പറ്റിയ ആൾക്കാർ കിട്ടിയത്. നമ്മൾ സാധനം മാറിയ ഫോർമുലേഷൻ മാറ്റും. ബാലൻഡ് വിന്നർ. വാവ് ബ്രോ, ഫസ്റ്റ് തന്നെ നല്ലത് തിന്ന് വീലണ്ണൻ. ഓക്കെ, മെസ്സില്ലാതെ മെസ്സിനെ തന്നെ ഇറക്കുന്നത്. നമുക്കാണ് ബെഞ്ചിൽ ഇഷ്ടാട്ടോ. ബാക്കിയുള്ളവരെ 93-96. അങ്ങനത്തെ ആൾക്കാരാരെങ്കിലും ഇറക്കണം എന്നാണ്. 96 എന്ന് പറയുമ്പോൾ ഇവരെ പറ്റൂലേ? യെസ് ബ്രോ, 99 ഓനെ. അതിനാ വെറുതെ ഇട്ടാക്കി നോക്കണ്ട. അതൊരു നല്ല സാധനമാണ്. ഡോണ്ട് വിൻ മെയിൻ ടീം. അത് തിരി ടാസ്ക്കായി പോയി ബ്രോ. എൻ്റെ മെയിൻ ടീം ഇതുവരെ കളിച്ചാത്ത ഒരാൾ. ഇവരൊക്കെ ബെഞ്ചിലുണ്ടാവുന്നുണ്ട്. എന്താ ഇവൻ മുമ്പെടുത്ത ടീമിൻ്റെ അതിലല്ലോ. വേൾഡ് കപ്പ് വിന്നർ. ഓക്കെ, വേൾഡ് കപ്പ് വിന്നർ. ഓൺലി സേ വേൾഡ് കപ്പ് വിന്നർ. ഓക്കെ, എംബാപ്പെ മെസ്സി ഫാൻ പ്ലെയർ. ഞാൻ അങ്ങനെ ഇടാൻ കാരണം എൻ്റെ ടീമിൻ്റെ അർജൻറ്റീന ഒരു പ്ലെയറുള്ളൂ. അങ്ങനെ കുറിച്ച് കൂടെ വെച്ചത്. പിന്നെ ഇവന്മാരൊക്കെ
ഹാഫ് ടൈം വരെ ടർക്കുള്ളൂ. ജി കെ ഓക്കെ, നല്ലൊരു ജി കെനെ പിടിച്ചതോ. ജി കെ തന്നെ പിടിച്ചിട്ടാൽ മതി. ജി കെ ഡോണർ റൂം കൂടെ അതാക്കണേ. ഓക്കെ, ഞങ്ങളുടെ ടീം ഏകദേശം സെറ്റാണ്. ഓ ഓ what the hell 100 ഓർ 99 100ൻ്റെ 2 പ്ലേയേഴ്സ്. ഓ നോ. മുഹമ്മദ് ഒരാളെ പ്രതീക്ഷിച്ചായിരുന്നു വന്നീന്. ഡെക്ലാൻ റൈസ് മീഡിയം റേറ്റിംഗ് ബേസ് കാർഡ്. മീഡിയം റേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുള്ളതിൽ മീഡിയം റേറ്റിംഗ്. ബേസ് കാർഡ് എന്നൊക്കെ പറയുമ്പോൾ മീഡിയം റേറ്റിംഗ് എന്ന് പറയുമ്പം 97ൻ്റെ ഈ സീരിയും ഈ ഗോളിയാണല്ലേ. മീഡിയം പറയുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് പിന്നെ എടുത്തോടാ. പക്ഷേ നമുക്ക് നിൽക്കാൻ സ്ഥലമില്ല. അവിടെ ഇപ്പോൾ ആർക്കും നിൽക്കാൻ സ്ഥലമില്ല, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പം നമ്മൾ അത് സ്കിപ്പ് ചെയ്യേണ്ടി വന്നിരിക്കുന്നു. കാരണം ഇവിടെ ആർക്കും അതിന് നിൽക്കാനുള്ള സ്ഥലമില്ല. മെസ്സി ഫാൻ പ്ലെയർ എൻസോ ഫെർണാണ്ടസ് മാത്രമേ ഉള്ളൂ. നാഷണൽ പ്ലെയർ ആരെങ്കിലൊക്കെ ആയാൽ മതി. ട്രെൻറ്റ് അലക്സാണ്ടർസ്. ഇനിയൊരു നോട്ട് ലൈക്ക് പ്ലെയറോ. അത് ഈ നോട്ട് ലൈക്ക് പ്ലെയർ പറയുമ്പം എനിക്ക് മെസ്സിയേ ഉള്ളൂ, വേറെ ആരുമില്ല. അതുകൊണ്ട് 93 96 അതൊക്കെ ഒരുപാടാണ് മാറ്റി. ഓന് മാറ്റിയാൽ മാത്രമുള്ളൂ. 96 എന്നല്ല പറഞ്ഞേ, 95 ഓക്കെ. നമ്മുടെ ടീം സെറ്റാണ്. ഈ ടീമിൻ്റെ ബെഞ്ചിൽ നമ്മൾ കുറച്ച് ആൾക്കാരെ കൊണ്ടുവരാം. പിന്നിപ്പം ഓവർ റേറ്റിങ്ങിലെടുക്ക്. ഇവരെന്തായാലും വേണം, ഇവനും വേണം. ഇവനൊക്കെ വെറുതെ ആണ്. അതിനുള്ള വന്നിട്ടേയല്ലേ. ഓക്കെ, അപ്പം നമ്മളെ ടീം ഇതാണ്. ടീം കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു കാര്യമാണ് ഇനി കളിച്ചാൻ പോണേ. ഫസ്റ്റ് നമ്മൾ കറക്കുകയാണ്. എന്തായാലും കിട്ടൂല, കാരണം കുയിറ്റാണ്. കുയിറ്റിന് എന്തായാലും കിട്ടൂല. കിട്ടിയ അത്ഭുതമാണ്. വീഡിയോക്ക് ഭാഗ്യൻ്റെ കുയിറ്റിന് കേട്ടോ. ഭാഗ്യമില്ല, വീഡിയോക്ക് ഭാഗ്യമില്ല. ഏതായാലും ഈ അടുത്ത് നമ്മൾ ചലഞ്ചിലോട്ട് പോകുന്നു. ഈ ഫുട്ബോൾ ലീഗ് ഡിവിഷൻ 9 എത്തിയിട്ടുള്ളൂ. ന്യൂബാണ്. ഇനി കണ്ടോളിട്ടോ കളി. ഇതൊക്കെ എങ്ങനെ വരും? കണ്ട എത്തി. ഇതെന്താ എനിക്കും അറിയില്ല. അത് അറിയണോണ്ട് നിങ്ങളൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇന്റർ മിലാൻ അവരുടെ ടീമൊക്കെ നിങ്ങൾ കണ്ടാൽ പൊട്ട ടീമാണ് മനസ്സിലാക്കുക. ആണെന്ന് എപ്പോഴോ മനസ്സിലാക്കുക. ഓക്കെ, കൂൾ പാൽമറ എന്താ ചാവട്ടെ. ഇത് കഴിഞ്ഞ് പൊട്ട കളി കളിച്ചു, എനിക്കറിയാലോ. ഇന്റർ മിലാൻ ചുരുക്കി പറഞ്ഞ ഇന്റർ മിലാൻ പ്ലേയേഴ്സ് പോടാ പോയി മുമ്പ് കാര്യം അതന്നെ നടക്കാൻ പോണേ. അറ്റങ്ങൾ മുമ്പാ പോണേ. അടക്കെ എനിക്ക് എപ്പോഴും ഇത് ഫ്യൂവൽ പാഡാവില്ല, ടച്ച് ആൻഡ് ഫ്ലിക്കാവും. വേണ്ട ഇത്തരക്കുള്ളൂ. ഇതൊക്കെ സീൻ അണ്ണീവി
ഈസ്കാവി വെറുതെ പാടിനാണ്. ഓ മറ്റേ ബാക്ക് ഇപ്പോൾ പൊളിഞ്ഞിനി വാൻഡേക്കിൻ്റെ. ഓ ഹസാർഡ് ഓടാൻ വയ്യ, വയസ്സായില്ലേ നമുക്കൊക്കെ. എൻ്റെ എംബാപ്പൻ്റെ അതിരല്ലല്ലോ ഓരോന്നും. Sino casi mi cara, casi mi pura piso, tima me mira, oh come mi para, pimo, asa pipura, oh. ഒരുപാട് അടിച്ചു നോക്കണേ. സീനണ്ണി അണ്ണിവി അണ്ണി ഇസ്കാവി. കാരണം ഓ എൻ്റെ പൊന്നോ ആ മതി. ഹലാലൻഡ് ഐഷ എംബാപ്പൊക്കെ പോയത്. എംബാപ്പ ഓ ഒരിത്ര തടഞ്ഞ്. ഓ ഹലാലൻ്റെ കുത്തിയ ഗോളാണ്, പക്ഷേ ടോർണർ റൂം പിടിച്ചത്ര. 3 everything സീനണ്ണി അണ്ണിവി ഈസ്കണ്ണി ഇസ്കാവി സീനണ്ണി pisca busca buscavi popapi pasa pimo santo tino pasa pimo popapi pasa. തിങ്കളാണത് ബാക്കൽ ചെന്നു. സീനണ്ണി എന്നിവി സീനണ്ണി ഹലാലൻ്റെ ഒരു പാസ്. ഹലാലൻ്റെ ആദ്യത്തെ ഗോൾ. അയ്യടാ ഹലാലൻ്റെ ആണ് എത്ര വലിപ്പുണ്ട്, അതുകൊണ്ടാണ് അതിന് പാസ് എടുക്കണേ. ഒരാളുണ്ട് ഇങ്ങോട്ട് എംബാപ്പ ഇങ്ങോട്ടൊക്കെ, അത് ആരാണ്ട് എടുക്കട്ടെ. സീനണ്ണി അണ്ണി ഈസ്കണ്ണി ഇഷ്കാവി സീനണ്ണി മീൻ പിപ്പിച്ച പൂപ്പി നോത്തി വികാര പിമ്മോ para sino son choi pipa no kapa pipa mo. എന്താണ് ഫുള്ള് കോർണറേ ഉള്ളൂ. 64 ഗോൾ അടിച്ച എംബാപ്പയാണ്. സീനണ്ണി എന്നിവി ഈസ്കണ്ണി ഇസ്കാവി സീനണ്ണി ഹോഗി പീപ്പാ പൂവാ പൂമാവി പസപ്പി പാസാ പിന്നോ പാസാ പിന്നോ. ആ എൻ്റെ പൊന്ന് എൻസോ ഫെർണാണ്ടസേ, മെസ്സി ഫാൻ പറഞ്ഞാണ്ട് അന്നെ ഇറക്കിയേ. അന്നെക്കാട്ടി നല്ല ലൂക്കാ മോഡ്രിച്ച് തന്നെയാണ്. ഗൈസ് അപ്പം ഫസ്റ്റ് ഹാഫ് 0-0 ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഒരു ഗോൾ അടിച്ചാൽ നമ്മൾ പോരാ, കാരണം ഇവിടെ അണ്ണന്മാരിറങ്ങുന്നു. ഗൈസ് ഒരു ചാൻസ് ഇവർക്ക് ആർക്ക് നമ്മളെ ബുല്ലിംഗത്തിന് ഒരു ചാൻസ് കൊടുക്കാണ്. ബുല്ലിംഗൊരു ഇതിപ്പം ഇനിയുള്ളത് 45 മിനിറ്റ് അല്ലേ, 45 മിനിറ്റിൽ 20 മിനിറ്റ് ബുല്ലിംഗ് ഇറങ്ങിക്കോട്ടെ. 20 മിനിറ്റ് അറിയുമ്പോൾ 70 മിനിറ്റ് വരെ എത്ര മിനിറ്റ് 20 മിനിറ്റ് അറിയുമ്പോൾ 65 മിനിറ്റ് വരെ 65 മിനിറ്റ് ഇപ്പം ആവും. ബുല്ലിംഗം ടു ഹലാലൻഡ്
ടു എംബാപ്പി. ബുള്ളിങ്ങത്തിൻ്റെ ഓരോ പവറേ. ബുള്ളിങ്ങപ്പം ഈ കളി മുഴുവൻ ഇറങ്ങിക്കോട്ടെ. ഈ ഹലാലൻ്റെത് ഒന്ന് കൊളാക്കും. 2 ടീമിലുള്ളൊരു പ്ലെയറിൻ്റെ പേര് എൻസോ ഫെർണാണ്ടസ്, പിന്നെ നത്തിക്കുട്ടി. ഇതെന്താണിത്? എന്താപ്പത് കഥ? അല്ലോ, തോൽക്കൂല ഏതായാലും. നോക്കണ്ട, തോൽക്കും നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട. ഇനി നമ്മൾ ഗോൾ അടിക്കാൻ നോക്കും. അല്ല, ഇത്രയും നേരം എംബാപ്പ എന്നൊക്കെ ഇനി നമ്മൾ ഗോൾ അടിച്ചാൽ മതി. എംബാപ്പത് ഫോം ഔട്ടാ. ഇനിയിപ്പോൾ ഒരു എല്ലാം കൊടുക്കും. ഇതാണ് നേരെ കയറി എല്ലാം കൊടുക്കും. എന്തിനേന്ന് എനിക്കും ചോദ്യം. എംബാപ്പ ഇനി ഫൗൾ ചെയ്യാലോ കേട്ടോ. ഇത് ഫൗൾ ചെയ്യണ്ട, ബാക്കിയുള്ളവർ ഫൗൾ ചെയ്തോട്ടെ. എനിക്കും ഒരാളുണ്ട്. ഇത് ഫൗൾ ചെയ്യണ്ട, ബാക്കിയുള്ളവർ ഫൗൾ ചെയ്തോട്ടെ. ഓക്കെ, നമ്മൾ എംബാപ്പി നിൽക്കണ്ടേ? അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിന് കൊടുക്കും. പക്ഷേ അത് ഗോളാക്കൂല. എംബാപ്പത് ചീരുണ്ണി, എൻ്റെ ചീരുണ്ണി. ഗോൾ! ഗോൾ! പെല്ലിക്ക് നല്ല എഫക്റ്റ് എടുക്കുന്നുണ്ട്. എംബാപ്പെ കഴിഞ്ഞാൽ ഹലാലൻഡ്. ഔ, 100ൻ്റെ എംബാപ്പയുടെ അല്ല, വല്ലാതെ 5ൻ്റെ എംബാപ്പൊന്നല്ല. അതൊന്ന് ഫോൺ ചെയ്ത് ഈ മെസ്സിയാണിത് അയ്യർത്ത് പോകുന്നു മനസ്സിലാക്കുന്ന പെണ്ണിനകത്താണ്. മെസ്സിയോട് ഞാൻ അങ്ങനെ ചെയ്യല്, കീപ്പറുടെ മുമ്പ് അങ്ങനെ ചെയ്യും. അപ്പം സുഖം. കീപ്പറിനെ ഉണ്ടെങ്കിൽ തിരിച്ച ആ കീപ്പർക്കുള്ള പ്രതികാരം ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. എന്നുവെച്ചാൽ ടീച്ചർ ഫൗളൊന്നും വെക്കൂല കേട്ടോ. കാരണം അപ്പത്തിന് ഞാൻ ഇത് കുടിച്ചു. സംഭവം നോക്കാൻ കുറിച്ച സീനെങ്കിലും ബെല്ലിക്ക് നല്ല എഫക്റ്റാണ്. സെക്കൻഡ് ഹാഫിലെ ഫൗളെന്ന് അതാണ് ഓണിൻ്റെയൊക്കെ. ചേച്ചികളൊരു പാസ് പന്ത് കൈക്ക് കിട്ടിയപ്പോൾ തന്നെ എങ്ങനെ. എംബാപ്പെ ഈസ് ദ മാൻ ഓഫ് ദ മാച്ച്, ഐ ഷുവർ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.